നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്ഥലപരിമിതി കൊണ്ടും പെട്ടെന്ന് വസ്ത്രങ്ങൾ ഉണങ്ങിക്കിട്ടണം എന്നതുകൊണ്ടുമൊക്കെ സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വസ്ത്രങ്ങൾ ബാൽക്കണി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അഴവിരിച്ചിടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാകുമ്പോൾ, മറ്റ് നാട്ടിലേക്ക് പ്രവാസ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളാകുമ്പോൾ ചെറിയൊരു റൂമൊക്കെയാണ് സാധാരണയായി വാടകയ്ക്കൊക്കെ കിട്ടുക. അപ്പോൾ ഉള്ള സ്ഥലപരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് ബാൽക്കണിയിലും മറ്റുമൊക്കെ ആയിട്ട്, മേൽക്കൂരയിലൊക്കെ ആയിട്ട് വസ്ത്രങ്ങൾ വിരിച്ച് ഉണക്കുന്ന പതിവാണ് ഉള്ളത്. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് അബുദാബി സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് തുറന്നിട്ട ബാൽക്കണിയിൽ തുണി വിരിച്ചിടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് അബുദാബിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊരു നിയമമായി തന്നെ പരിഗണിക്കും. ഇത് തെറ്റിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയും പിഴയും ചുമത്തപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള അശ്രദ്ധ വലിയൊരു അപകടം തന്നെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെയാണ് ഇതിനൊരു കാരണമായി ഇപ്പോൾ ഈ നടപടിയെടുക്കാനുള്ള കാരണമായിട്ട് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പ്രകാരം കെട്ടിടങ്ങളുടെ ദൃശ്യഭംഗിയെ ബാധിക്കുന്നതായിട്ടുള്ളതോ പൊതുജനാരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ വസ്തുക്കളോ വസ്ത്രങ്ങളോ അങ്ങനെ ഒന്നും തന്നെ മേൽക്കൂരകളിലും ബാൽക്കണികളിലും സൂക്ഷിക്കരുത് എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ മേൽക്കൂരകളിൽ വസ്ത്രങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത് അത് കർശനമായി തന്നെ നിരോധിച്ചിരിക്കുകയാണെന്ന് അബുദാബി ഉദ്യോഗസ്ഥർ പറയുകയാണ്. പുതിയ നിയന്ത്രണങ്ങൾ അബുദാബി മുനിസിപ്പാലിറ്റി ഗതാഗത വകുപ്പ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലോ ബാൽക്കണികളിലോ പൊതുവായിട്ടുള്ള രൂപഭംഗി വികലമാക്കുന്നതുമായിട്ടുള്ള പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും തന്നെ പുറത്ത് വയ്ക്കരുത് എന്ന് അതോറിറ്റി പറയുകയാണ്. ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ കനത്ത പിഴ തന്നെ ചുമത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ആദ്യമായി നിയമലംഘനം ചെയ്തു എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ 500 ദിർഹം പിഴയും, രണ്ടാം തവണയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ 1000 ദിർഹം പിഴയും ഒക്കെയാണ് നൽകുന്നതായിട്ട് അധികൃതർ പറയുന്നത്. ഇനി 1ഉം 2ഉം തവണ നിന്നില്ല, 3ആം തവണയും ഇത് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അതോറിറ്റി 2000 ദിർഹം പിഴ ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അബുദാബിയുടെ നഗര നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനും മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തുന്നതിനുമൊക്കെയുള്ള വിശാലമായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമം എന്നും പറയുന്നുണ്ട്. നഗര നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കി പരിപാലിക്കൽ, നിരീക്ഷണം അത് അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഇത് നിയമലംഘനം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു സംഘത്തെ തന്നെ ചുമത്തുമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ പുറത്തിടുമ്പോൾ അത് പൊതുജന ആരോഗ്യവും ക്രമസമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി പൊതുജനാരോഗ്യവും ക്രമസമാധാനവും ഒക്കെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി 2012 നിയമം നമ്പർ 2മായി ഈ നീക്കം യോജിച്ചു വരുന്നു എന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. വൃത്തിയുള്ളതും സുരക്ഷിതവും സുസ്ഥിരവുമായിട്ടുള്ള നഗര പരിസ്ഥിതി ഉറപ്പാക്കുന്നതിനും നഗരത്തിന്റെ പരിഷ്കൃത പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്നതിനുമൊക്കെയുള്ള എമിറേറ്റിന്റെ പ്രതിബദ്ധതയെ ഇത്തരത്തിലൊരു തീരുമാനം പ്രതിഫലിക്കുന്നുവെന്നും ചിലർ പറയുന്നു. അതുമാത്രമല്ല, അലങ്കോലമായി കിടക്കുന്നത് നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഫർണിച്ചറുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ നഗരത്തിന്റെ പ്രതിച്ഛായയെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുമെന്നും അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുകയും ആരോഗ്യ സുരക്ഷ, അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ TMD ഊന്നി പറയുന്നുണ്ട്. താമസക്കാരും സ്വത്തുടമകളും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ, വാണിജ്യ കെട്ടിടങ്ങൾ, ഔട്ട്ഡോർ ഇടങ്ങളുമായി ശരിയായിട്ടുള്ള ഉപയോഗം നിലനിർത്തണമെന്നുമാണ് വകുപ്പ് ആവശ്യപ്പെടുന്നത്. അതേസമയം തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്യുന്നവർ വൻതുക പിഴയും തടവും അനുഭവിക്കേണ്ടി വരും എന്നും നേരത്തെ മസ്കറ്റും അറിയിച്ചിരുന്നു. 50 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴയും 24 മണിക്കൂർ മുതൽ 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന രീതിയിലാണ് അന്ന് മസ്കറ്റ് ഈ ഒരു തരത്തിലുള്ള നിയമം പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതോടൊപ്പം തന്നെ മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്നായിരുന്നു മസ്കത്തിന്റെ തീരുമാനം. നഗരത്തിന്റെ കാഴ്ച ഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നതിനൊപ്പം തന്നെ ഉണക്കാനിടുന്ന വസ്ത്രങ്ങളിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്നതും പൊതുജനത്തിന്, കാൽനട യാത്രക്കാർക്കും ഒക്കെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മസ്കറ്റും ഇതുപോലെ നഗരസഭ ഒരു മുന്നറിയിപ്പ് നൽകിയത്. 3 നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ളാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. ഫ്ളാറ്റുകളുടെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ചാണ് ബാൽക്കണി ഒരുക്കേണ്ടത്. ഇത്തരം ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു മസ്കറ്റ് നിർദ്ദേശിച്ചത്.